ഈശ്വരവിശ്വാസവും വിശ്വാസവും ഈശ്വര ചിന്തയും രണ്ടും വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടിൽ കാണണമെന്ന് പ്രൊഫസർക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും വേണ്ടതാണ്. നമ്മളെ ശ്വാസം നിലനിൽക്കുന്നത് തന്നെ ഒരു അർത്ഥത്തിൽ വിശ്വാസം കൊണ്ടാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോണി ഇറങ്ങുമ്പോൾ നമ്മൾ താഴത്തേക്ക് വഴുതി വീഴില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ കോണി ഇറങ്ങുന്നത്. അതൊരു ചെറിയ വിശ്വാസം തന്നെയാണ്. നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ളത് ഒരു വിശ്വാസം തന്നെയാണ്. രാഷ്ട്രം മുഴുവൻ അല്ലെങ്കിൽ ജനകോടികൾ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരാകും എന്നുള്ളതും ഒരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസരഹിതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത് അസാധ്യമാണെന്നാണ് എനിക്കനുഭവം. പക്ഷേ ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വാസം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു അന്യൻ്റെ നേരെ ആയുധമുയർത്താൻ കഴിയും. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഗോഡ് ഇസ് ലവ് എന്ന് പറയാറുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പോൾ സ്നേഹം ഇല്ലാതുള്ള ഒരു പെരുമാറ്റം ദൈവനിഷേധമാണ്. ആ നിലയ്ക്ക് തന്നെ ഇവരൊന്നും വിശ്വാസികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മനസ്സിലുള്ള പിന്നെ സ്വന്തം തിന്മയുടെ ഒരു പ്രകടനം മാത്രമായിട്ട് ഈ മതധ്വംസനം അല്ലെങ്കിൽ മതവിദ്വേഷം എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. അതിനെന്ത് തന്നെ എക്സ്ക്യൂസസ് ഉണ്ടെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞാലും അത് ദൈവനിഷേധമായിട്ട് തന്നെ കണക്കാൻ പറ്റുള്ളൂ. ഈശ്വര വിശ്വാസമുള്ളവർ പോലും മതത്തിൽ നിന്ന് അകന്നു പോകുന്നതായ പ്രൊഫസർക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? മതം വളരെ പ്രകടനാത്മകമാകുമ്പോൾ ദൈവത്തിൻ്റെ നിശബ്ദമായിട്ടുള്ളൊരു വിളിയുണ്ടല്ലോ, അത് പലപ്പോഴും നമ്മുടെ കാതിലെത്താറില്ല. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞത് അത് മൈക്ക് വെച്ച് കേൾക്കേണ്ട ഒരു ശബ്ദമല്ല ഇത്. അത് മനസ്സിൽ നിന്ന് വരണ ഒരു ഉൾവിളി എന്നൊക്കെ പറയുമല്ലോ, അതാണ്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അകൽച്ച വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അത് പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഭാഗികമായെങ്കിലും അതിജീവിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ ആധ്യാത്മികതയിൽ ഊന്നിയത് കൊണ്ടാണെന്ന് അങ്ങയുടെ ഈ വായനയിൽ നിന്ന്, അങ്ങയുടെ അനുഭവങ്ങളിൽ നിന്ന് എന്നെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ കൂടി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയം വളരെ സമ്പന്നമായിരിക്കും. നേരെ മറിച്ച് പണം കൂടുന്തോറും ഉള്ളിലൊരു ശൂന്യതയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ശൂന്യത അല്ലെങ്കിൽ അതോടൊപ്പം സംഘർഷവും ശൂന്യതയും. അതെ, ശൂന്യത സാധാരണ പറയുന്ന മാതിരി പിന്നെ പ്രകൃതി ഒരു ശൂന്യത ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥിതിയാണെന്ന് പറഞ്ഞല്ലോ. നേച്ചർ അബോഴ്സ് എ വാക്യൂം എന്ന് പറയാറുണ്ട്. അപ്പോൾ ശൂന്യമായിട്ടുള്ള മനസ്സിൽ വരുന്നത് പിന്നെ അസ്വസ്ഥചിന്തകളാവുമല്ലോ. അപ്പോൾ ദരിദ്ര ജനതയുടെ ഒരു എപ്പോഴും ആശ്രയം ദൈവം തന്നെയാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും അനുഭവപ്പെടുന്ന എത്ര ദരിദ്രരായാലും അവരുടെ കുട്ടികളെ കാണുമ്പോൾ അവർ വളരെ സന്തോഷത്തിലാണ്. കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും പിന്നെ ചെറിയ കുട്ടികൾ മാത്രമല്ല, കുറച്ച് മുതിർന്നവരും തീരെ അസ്വസ്ഥരായിട്ട്, തീരെ എന്നല്ല പറയുന്നത്, തികച്ചും അസ്വസ്ഥരായിട്ട് കാണാറില്ല. നേരെ മറിച്ച് നമ്മൾ പല ഫോട്ടോഗ്രാഫ്സും വിദേശ രാജ്യങ്ങളിൽ അവരത്തെ സ്ലംസിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അധികം കഷ്ടപ്പെടാതെ കഴിയാൻ ഭാഗ്യമില്ലാത്തവരുടെ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ ഒരു അമർഷവും ഒരു അതൃപ്തിയാണ് കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്ത് കാരണം കൊണ്ടായാലും ശരി ഒരു തരത്തിലുള്ള ശാന്തത അവരുടെ മുഖത്തുണ്ട്. അപ്പോൾ അമർത്യ സെന്നെ പോലുള്ള ഇക്കോണമിസ്റ്റ് പറയുക ദ റെസിലിയൻസ് ഓഫ് ഇന്ത്യൻസ്. എങ്ങനെയായാലും നമ്മൾക്ക് കാര്യങ്ങൾ അതിജീവിച്ച് പോരാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയും. അതിന് അടിസ്ഥാനം ഈ ആത്മീയമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ ശരിയാണോ അല്ലയോ എന്ന് ഭൗതികവാദികൾ പല നിലയ്ക്കും അതൊക്കെ വിശദീകരിച്ച് തള്ളിയെന്ന് വരും. പക്ഷേ ഇതൊരു വസ്തുതയാണ്. പിന്നെ ബ്രെറ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ജർമ്മൻ പ്ലേറൈറ്റ് ബ്രെറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ പറയുന്നുണ്ടായി, ബർട്ടോൾ ബ്രെറ്റ്, അദ്ദേഹം പറയുന്നുണ്ടായി പിന്നെ
നമ്മൾ ഇത് എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് തിരസ്കരിച്ച് കളയരുത്, സംസ്കരിച്ച് കളയരുതെന്ന്. കാരണം ഒന്നുമില്ലാത്തതിനുള്ള ഒരു ആധാരം, ഒരു സഹായം ദൈവവിശ്വാസം തന്നെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് നാടത്ത് പറയുണ്ടായി. മാർക്സ് തന്നെ പറയുണ്ടായല്ലോ, അത് നമ്മൾ എങ്ങനെ തന്നെ വിശദീകരിച്ചാലും വ്യാഖ്യാനിച്ചാലും ശരി, നിസ്സഹായനുള്ള സഹായം ഈശ്വരവിശ്വാസമാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിലെ ഒരു അധ്യായത്തിൻ്റെ തലവാചകം ദുർബൽ കോ ബൽ രാം എന്നാണ്. എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാവുന്ന ഒരു കാര്യം. ദുർബലനുള്ള ബലം രാം. രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിലല്ല, ദൈവം ആണെന്നാണ് പറഞ്ഞത്. അത് ദൗർബല്യം ഏത് വഴിക്കും ആവാമല്ലോ. എങ്ങനെയായാലും ദാരിദ്ര്യത്തിൻ്റെ ഇടയ്ക്കും ഇന്ത്യൻ ജീവിതം സമ്പന്നമാണത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള ഒരു ശക്തി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു.